സിവിൻസ് ഫുട്ബോൾ ടോക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ അവരുടെ 8 മത്സരങ്ങൾ കഴിഞ്ഞപ്പോൾ നമുക്കറിയാം ISL സ്റ്റാൻഡിങ്ങിൽ 10ാം സ്ഥാനത്താണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് നിലനിൽക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം കേരള ബ്ലാസ്റ്റേഴ്സ് ഇങ്ങനത്തെ ഒരു സ്റ്റാൻഡിങ്ങിലോട്ട് വന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു ഓപ്പൺ ടോക്കായിട്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. വലിയ രീതിയിലുള്ള അനാലിസിസ് ഒന്നുമല്ല, ഇത് ജസ്റ്റ് നമുക്ക് അതിലൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്ത് നോക്കാമെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നമുക്ക് ചെയ്യാൻ പോകുന്നത്. ആദ്യം ഞാൻ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്ന ഒരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റേറയുടെ കണ്ണിലൂടെ ഓരോ മത്സരങ്ങളും അതിൻ്റെ വിധികളെയും കുറിച്ച് ഒന്നുകൂടെ ഒന്ന് ഗോ ത്രൂ ചെയ്യാമെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഇപ്പോഴത്തെ ഒരു ലീഗിൻ്റെ സ്റ്റാൻഡിങ്സിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 10ാം സ്ഥാനത്ത് 4 തോൽവിയും 2 വിജയങ്ങളും 2 ഡ്രോയുമായിട്ടാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അതാണ് നമ്മുടെ ആകെയുള്ള സമ്പാദ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനകത്ത് നമ്മളിപ്പോൾ ആദ്യത്തെ കളി തന്നെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ കേരളയും പഞ്ചാബും എതിരെ 2-1, അതായത് അവസാനത്തെ 10 മിനിറ്റിലാണ് ആ കളിയുടെ വിധി നിർണ്ണയിച്ചത്. അവിടുത്തെ നമ്മളൊരു ലൈനപ്പിൽ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സഹീഫിനെ കൊണ്ടുവന്ന് അറ്റാക്കിങ് മൂർച്ച കൂട്ടാമെന്ന് കരുതിയ നമ്മുടെ കോച്ച് സ്റ്റേറയ്ക്ക് തെറ്റിപ്പോയത് അവിടെ സഹീഫ് ഒരുക്കി കൊടുത്ത ഒരു പെനാൽറ്റിയിലൂടെയാണ്. അപ്പോൾ ആ പെനാൽറ്റിയിൽ നിന്ന് ലൂക്ക ഗോൾ അടിച്ച് മുന്നേറുകയും പിന്നെ അതിൻ്റെ വാശിയിൽ നമുക്കൊരു തിരിച്ചൊരു ഗോൾ അടിക്കാൻ പറ്റി. ജീസസിന് കോട്ടൽ കൊടുത്തൊരു നല്ലൊരു ക്രോസ് വരി, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഗോൾ വാങ്ങിച്ച് മർസലാക്ക് അവരവർ തിരിച്ചടിച്ച് 2-1 അവസാന നിമിഷത്തിൽ 95ാം മിനിറ്റിലാണ് അവരുടെ ഗോൾ പറഞ്ഞത്. അങ്ങനെ 2-1 തോൽവിയിലായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് കല്ലൂരിൽ. അതിനുശേഷം നമ്മൾ രണ്ടാമത്തെ മത്സരം ഈസ്റ്റ് ബംഗാളിനെതിരെ ആയിരുന്നു. ഈസ്റ്റ് ബംഗാളിനെതിരെയുള്ള മത്സരത്തിൽ നമുക്ക് കിട്ടിയ ആദ്യത്തെ വിജയം. ഈ ആദ്യത്തെ വിജയത്തിനകത്തും ആദ്യത്തെ ഗോൾ നമ്മളാണ് വഴങ്ങുന്നത്. അത് ദിമിത്രിയോസും അതേപോലെ തന്നെ നിഹാലും ഒക്കെ ചേർന്ന് ഒരുക്കി കൊടുത്ത വിഷ്ണുവാണ് അത് സ്കോർ ചെയ്തത്. അതിനകത്തും ഡിഫെൻസീവായിട്ടുള്ള ഒരു മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആദ്യത്തെ കളിയിൽ സഹീഫിനെ മാറ്റിയിട്ട് നമ്മുടെ ഒരു ഏറ്റവും കൂടുതൽ നമ്മൾ ഡിഫൻസ് ലൈനപ്പ് വന്ന ഒരു ലൈനപ്പായിരുന്നു സന്ദീപ്, ഹോമിപ്പാമ്, മിലോസ്, അതേപോലെ തന്നെ റൈറ്റിൽ പിന്നെ നവോച്ചോ സിംഗിൻ്റെ ഉദയവും. അപ്പം ആ ഒരു ലൈനപ്പിലാണ് നമ്മൾ ഇറങ്ങിയത്. പക്ഷെ അവിടെ നമുക്ക് ഗോൾ വഴങ്ങാതിരുന്നില്ല. അവിടെ നമ്മൾ വഴങ്ങിയതിന് ശേഷം നമ്മൾ പക്ഷേ ഒരു തിരിച്ചുവരവ് നടത്തി. ആ തിരിച്ചുവരവിൽ നമുക്ക് 2 ഗോൾ നടത്തി. അവിടെ നമുക്ക് ആക്രമണത്തിലൂടെയാണ് നമുക്ക് പോയിന്റ് നേടാൻ കഴിഞ്ഞത്. അപ്പോൾ സ്റ്റേറയ്ക്ക് അത് ഒരു നല്ലൊരു ഫാക്ടറായിട്ട് തോന്നി. അതുകൊണ്ട് അടുത്ത കളി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് നോർത്ത് ഈസ്റ്റും കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ അതിനനുസരിച്ച് ഇതേ ഒരു ഡിഫൻസ് ലൈനപ്പ് ഇതേപോലെ തന്നെ നിലനിർത്തിയിട്ട് നമ്മൾ അറ്റാക്കിങ്ങിനകത്ത് നമുക്ക് ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെയും നമുക്ക് ആ ഒരു മൂർച്ച കൂട്ടാം എന്നുള്ള ഒരു ധൈര്യത്തിൽ തന്നെ ആയിരുന്നു ആ ഒരു കളി കളിച്ചത്. പക്ഷേ നമ്മൾ ആ ഒരു കളി കളിച്ചപ്പോൾ നമ്മൾ വീണ്ടും ഡിഫൻസ് ഗോൾ വഴങ്ങി. ആ ഒരു ഗോളിന് ശേഷം അജയറാരയുടെ ആ ഗോളിന് കിട്ടിയതിന് ശേഷം നമ്മൾ തിരിച്ചു വരാൻ വേണ്ടി വീണ്ടും അറ്റാക്കിങ്ങിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻസ് നടത്തിക്കൊണ്ട് ബലിയാടായത് അവിടെ കോയിഫാണ്. അപ്പോൾ കോയിഫിനെ മാറ്റി നിർത്തി പെപ്പറയൊക്കെ വരുന്നു. അങ്ങനെ നമ്മൾ ആ കളിയിൽ വീണ്ടും ഒരു ഗോൾ അടിച്ച് തിരിച്ചു വരികയാണ് നോർത്ത് ഈസ്റ്റിനെതിരെ. അങ്ങനെ 1-1 ഒരു ഡീസൻ്റ് ആയിട്ടുള്ള റിസൾട്ടാണെന്നാണ് സ്റ്റേറ തന്നെ കരുതിയത്. അങ്ങനെയാണ് നമ്മൾ ഒഡീഷയ്ക്കെതിരെ നമ്മൾ പ്രിപ്പയർ ചെയ്തപ്പോൾ നമ്മൾ ആ ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി നിലനിർത്തിക്കൊണ്ട് തന്നെ ആ തുടക്കമാണ് ഒഡീഷയ്ക്കെതിരെ കൊണ്ടുവന്നത്. ഈവൻ നമ്മൾ ഈ ഒഡീഷ എന്ന് പറയുന്നത് നമ്മളെ ഇച്ചിരി ഹൈ ലൈന് കളിക്കുന്ന ഒരു ടീമൊക്കെ ആയതുകൊണ്ടാണ് നമുക്ക് തുടക്കം തന്നെ ആ അഡ്വാൻറ്റേജ് നമ്മൾ മുതലെടുത്ത് നമുക്ക് 2 ഗോൾ തുടക്കത്തിൽ സ്കോർ ചെയ്തു. പക്ഷേ 18-21 മിനിറ്റിൽ നോവയുടെയും ജീസസിൻ്റെയും നല്ല അത്യുഗ്രൻ ഗോളുകൾ. പക്ഷേ അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിഞ്ഞില്ല. വീണ്ടും നമുക്ക് തിരിച്ചടിയായി. കാരണം ഒഡീഷയും നല്ല രീതിയിൽ പ്രസ് ചെയ്യാൻ തിരിച്ചു തുടങ്ങിയപ്പോൾ നമുക്ക് ഡിഫൻസീവ് പ്രഷറായി. അവിടെ നമുക്കൊരു ഓൺ ഗോൾ വരുന്നത് കോയിഫിൻ്റെ വകയാണ്. പിന്നെ അതേപോലെ തന്നെ മൗറീഷ്യൻ ഗോൾ അടിച്ചു. അങ്ങനെ ഹാഫ് ടൈം തന്നെ 2-2 എന്നുള്ള ലെവലിലേക്കാണ് കളി പോയത്. ഇനി അതിനുശേഷം ഒരു 60ാം മിനിറ്റിന് ആയപ്പോഴത്തേക്കും നമ്മുടെ കോച്ച് മാക്സിമം വിജയിക്കാൻ വേണ്ടി മാക്സിമം അറ്റാക്കിങ് വെച്ചുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസ് തന്നെയാണ് നടത്തിയത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഹോമിപ്പാമൊക്കെ വന്ന് ബാക്കിൽ വരികയും എന്നാൽ ഹോമിപ്പാമിന് വരെ അറ്റാക്കിങ്ങിനുള്ള അവസരങ്ങൾ മുന്നോട്ട് കയറി വരാനുള്ള അവസരങ്ങൾ കൊടുത്തുകൊണ്ട് നമ്മളൊരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി നിലനിർത്തുകയാണ്. പക്ഷേ ആ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി നിലനിർത്തിയപ്പോൾ നമുക്ക് ഗോൾ വഴങ്ങിയില്ല അവിടെ.
അതായത് സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഗോൾ വരങ്ങിയില്ല. അപ്പോൾ നമ്മുടെ കോച്ച് മനസ്സിലാക്കുന്നത് നമ്മൾ ആ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റിയിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഗോൾ വരങ്ങാതെ തന്നെ നമുക്ക് ഗോൾ കൂടുതൽ സ്കോർ ചെയ്യാനും പറ്റും എന്നുള്ളൊരു ഒരു തോട്ടാണ് അവിടുന്ന് വന്നതെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അതിനുശേഷം നമ്മളിപ്പോൾ മുഹമ്മദിനെതിരെയുള്ള മത്സരത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു മത്സരത്തിലാണ് നമുക്ക് അഡ്രിയാൻ ലൂണ കംപ്ലീറ്റ് ആയിട്ട് പ്ലേയിങ് ലെവലിലേക്ക് വരുന്നത്. അപ്പം ലൂണ വന്നപ്പോൾ ഇവിടെ നമുക്കൊരു ടീം ബാലൻസിൻ്റെ ഭാഗമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റിയിൽ നിന്നുകൊണ്ട് തന്നെ ഗോൾ വരകാതെ നിർത്താം എന്നുള്ളൊരു ചിന്ത കോച്ചിൻ്റെ അവിടെ വന്നതുകൊണ്ടും കോച്ച് അവിടെ എന്ത് ചെയ്തു, ലൂണെ ഇറക്കിക്കൊണ്ട് നമ്മുടെ കോയ്ഫിനെ സെൻട്രൽ ബാക്കായിട്ടിട്ട് മിലോസിനെയാണ് അതിനുവേണ്ടി ത്രജിച്ചത്. അപ്പം ആ ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി നടത്തിക്കൊണ്ട് നമുക്ക് ആ വിജയം നേടാമെന്നുള്ളതാണ്. അപ്പോൾ ആ മത്സരത്തിലാണെങ്കിൽ പോലും നമുക്ക് ആദ്യം അവർ ആണ് ശരിക്കും നമുക്ക് പെനാൾട്ടി നമുക്ക് എതിരെ നമ്മളൊരു ഫൗൾ ചെയ്തു. നമ്മൾ ഫൗൾ ചെയ്തത് സോംകുമാറിൻ്റെ ആയിരുന്നു. ആ ഒരു മിസ്റ്റേക്കിൽ നിന്ന് ഫൗൾ ചെയ്തു. പക്ഷേ അത് നമ്മൾ വളരെ ഹൈലൈനായിട്ടാണ് കളിച്ചത്. ആ കളിയിൽ ഞാൻ അതാ പറഞ്ഞ ആ അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി നിലനിർത്താൻ വേണ്ടി അതിന് നമുക്കൊരു തിരിച്ചടിയായിട്ടാണ് ആ സോമിൻ്റെ ഫൗൾ വരുന്നതും പിന്നെ അവിടുന്ന് പെനാൾട്ടി എടുക്കുന്നു. അങ്ങനെ ആദ്യം അവർ സ്കോർ ചെയ്തതിന് ശേഷം സെക്കൻഡ് ഹാഫിലായപ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള അറ്റാക്കിംഗ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്സുകൾ, അതായത് പ്രത്യേകിച്ച് പെപ്രയെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. നമ്മൾ ആ കളിയിൽ നമ്മൾ പെപ്രയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ 64 മിനിറ്റിലാണ്. അപ്പോൾ ആ സബ്സ്റ്റിറ്റ്യൂഷനൊപ്പം തന്നെ നമ്മൾ ഹോമി പാമിനെ ഇറക്കുന്നുണ്ട്. അപ്പം ഹോമി പാമിനെ ഇറക്കിക്കൊണ്ട് കോയ്ഫിനെ മൊത്തത്തിൽ മാറ്റി നമ്മൾ ഫുൾ ഫോറിനേഴ്സിനെ അറ്റാക്കിൽ ഇട്ടിട്ട് ഫുൾ ഓൺ അറ്റാക്ക് എന്ന് പറയുന്ന രീതിയിലുള്ള അറ്റാക്കിങ് നമ്മൾ ചെയ്തപ്പോഴാണ് നമുക്ക് സത്യം പറഞ്ഞാൽ ആ 2-1 എന്നുള്ള സ്കോറിലേക്ക് വന്നത്. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാഫിൽ നമ്മൾ ഗോൾ വരങ്ങിയിട്ടില്ല. അപ്പോൾ ഈ ഐഡിയ എല്ലാം മനസ്സിൽ ഇരുന്നുകൊണ്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമ്മുടെ ബംഗളൂരിനെതിരെയുള്ള മത്സരത്തിൽ വന്നപ്പോൾ ഫുൾ ഓൺ അറ്റാക്കിങ്ങിന് സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു ഫോർമേഷൻ, അതായത് 3-4-1-2 എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഫോർമേഷൻ. അതിൽ നമ്മൾ നോക്കുമ്പോൾ കോയ്ഫിനെ സെൻറ്റർ ബാക്കായിട്ട് നിർത്തിയിട്ടുണ്ട്. പക്ഷേ 3 പേരെയുള്ള ബാക്ക് ലൈനിലുള്ളത് കൂടുതലും നമ്മുടെ വിങ്ങേഴ്സ് എല്ലാം കയറി കളിക്കാനുള്ള അനുവാദം അങ്ങ് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ ആ കയറി കളിക്കാനുള്ള അനുവാദത്തിൽ നമുക്കറിയാം തുടക്കം തൊട്ടേ നല്ല രീതിയിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് ബംഗളൂരിനെ പ്രഷർ ചെയ്തതും. പക്ഷേ നമ്മൾ ആദ്യത്തെ ആ ഒരു പ്രഷറിൻ്റെ ബിൽഡപ്പിൻ്റെ അവസാന കൊടുമുടിയിൽ നിൽക്കുന്ന ലെവലിലാണ് നമുക്ക് ആ ഒരു പെനാൾട്ടി കിട്ടുന്നത്. ആ പെനാൾട്ടി ജീസസ് ഗോൾ അടിച്ചു. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഹാഫ് മുന്നേറി. സെക്കൻഡ് ഹാഫിൽ നമ്മൾ അതേ ലെവലിൽ നിലനിർത്തുമെന്ന് വിചാരിച്ചപ്പോഴാണ് 24 മിനിറ്റിലെ ഒരു ഗോള് വീണ്ടും മിസ്റ്റേക്കുകളിൽ നിന്ന് നമ്മൾ കൺസീഡ് ചെയ്യുന്നത്. അത് നമ്മുടെ ടീമിനെ കുറച്ച് തളർത്തി. പക്ഷേ എന്നാൽ പോലും വീണ്ടും നല്ല രീതിയിൽ തിരിച്ചു വരാനുള്ള ഹൈ പ്രഷർ ബിൽഡപ്പാണ് കൊടുത്തത്. അവിടെയും നമ്മൾ പ്രഷർ ബിൽഡപ്പ് കൊടുത്തു. പിന്നെ ആ 3ാമത്തെ ഗോള് നമ്മൾ നല്ല രീതിയിൽ എല്ലാവരെയും അറ്റാക്കിങ് പറഞ്ഞു വിട്ടുകൊണ്ട് നമ്മൾ കൺസീഡ് ചെയ്തൊരു ഗോള്. പക്ഷേ ആ കളിയിലും നമ്മുടെ കോച്ചിന് വളരെ ഇഷ്ടപ്പെട്ടായിരുന്നു അന്നത്തെ നമ്മുടെ ഒരു അറ്റാക്കിങ് രീതി. അപ്പം നമ്മൾ നോക്കുക, ആ അറ്റാക്കിങ് മെൻറ്റാലിറ്റി ാണ് അദ്ദേഹം ആ ഊന്നി നിൽക്കുന്നത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് വെച്ചിട്ട് തന്നെയാണ് മുംബൈക്കെതിരെ വരുന്നത്. മുംബൈക്കെതിരെ നമ്മുടെ കോച്ച് കൺസിഡർ ചെയ്തെല്ലാം നമുക്ക് അറ്റാക്ക് ചെയ്യാനുള്ള കുറേ ഓപ്ഷൻസുകൾ അവിടെ ഉണ്ട് എന്നുള്ള കണക്കാക്കി തന്നെയാണ് നമ്മുടെ കോച്ച് അവിടെ ഒരുക്കിയത്. പക്ഷേ നമുക്ക് തുടക്കത്തിലെ അവിടുന്ന് നമുക്ക് ഗോൾ വരങ്ങേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ 9-ാം മിനിറ്റിൽ നമ്മൾ ഗോൾ വരങ്ങി. അതിനുശേഷം നമ്മൾ 55-ാം മിനിറ്റിൽ വീണ്ടും ഗോൾ വരങ്ങി. പക്ഷെ ആ 2ാമത്തെ ഗോൾ വരങ്ങിയപ്പോൾ നമുക്ക് ആ ചൂട് കയറി നമ്മൾ തിരിച്ചടിക്കാൻ പോയി. അങ്ങനെ തിരിച്ചടിച്ച് നമുക്ക് 57-ാം മിനിറ്റിൽ 71-ാം മിനിറ്റിൽ നമുക്ക് ഗോൾ വന്നു. പക്ഷെ അവിടെ ഒരു റെഡ് കാർഡ് വരുന്നു, പെപ്രയുടെ വഴിത്തിരിവാകുന്നു. വീണ്ടും നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പോകുന്ന സമയത്ത് നമ്മളെ മുംബൈ വരുന്നു, മുംബൈ വരുന്നു, നമ്മൾ ഗോൾ വീണ്ടും വരങ്ങുന്നു. അങ്ങനെ 4-2 ആ കളിയും ഫിനിഷ് ചെയ്യാൻ. അപ്പം ഹൈദരാബാദിനെതിരെ വന്നപ്പോഴത്തേക്ക് നമുക്ക് കോച്ചിന് തോന്നി ഓക്കെ ഫുൾ അറ്റാക്കിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ അത് ശരിയാകില്ല എന്നുള്ളൊരു രീതിയിലേക്ക് വന്നുകൊണ്ടാണ് തിരിച്ച് ലൂണ ഉണ്ടായിട്ട് പോലും 2 ഡിഫൻഡേഴ്സിനെ, അതായത് ഫോറിനേഴ്സിനെ ഡിഫൻസിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ മിലോസിനെയും കോയ്ഫിനെയും കൊണ്ടുവന്നത്. എന്നിട്ട് ലൈനപ്പിൽ നമ്മൾ ഒന്ന് പെപ്പറ റെഡ് കാർഡ് ഇട്ടുകൊണ്ട് പെപ്പറ ഇല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് ഒത്തിരി പാട് വന്നില്ല. പക്ഷെ ഞാൻ വിചാരിച്ചിരുന്നു അതേ അറ്റാക്കിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്യുമെന്നാണ്. പക്ഷേ ഇവിടെ വന്നപ്പോൾ അതേ ഇങ്ങനെയുള്ള ലൈനപ്പിലായിട്ടാണ് വന്നത്. അപ്പോൾ കോയ്ഫ് മിഡിലിൽ നിൽക്കുന്നു, ലൂണയും ജീസസും ആണ് വന്നത്. പക്ഷേ ഈ ഒരു ലൈനപ്പിൽ നമുക്ക് ആദ്യം തന്നെ ഗോൾ സ്കോർ ചെയ്യാൻ കഴിഞ്ഞെങ്കിലും
നമുക്ക് ഡിഫൻസിലുള്ള ആ പ്രശ്നങ്ങൾ നമുക്ക് സോൾവ് ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ഗോൾ വഴങ്ങുകയാണ്. അങ്ങനെ ആ കളിയിലായാലും നമുക്ക് ഗോൾ വഴങ്ങുന്നത് ഏകദേശം 43-ാം മിനിറ്റിലും അവിടെയും പിന്നെ ഒരു 70-ാം മിനിറ്റിലുമാണ്. അവിടെയും നമ്മൾ പെനാൾട്ടി മിസ്റ്റേക്കുകൾ വരികയാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ 3 പെനാൾട്ടി മിസ്റ്റേക്കുകളാണ് ഈ സീസണിൽ നമ്മൾ ഒരുക്കിയത്. അങ്ങനെ 2-1 നമ്മൾ ആ കളിയും തോൽവി അടങ്ങി. അപ്പം നമുക്ക് ഇതുവരെ നമ്മൾ പറഞ്ഞത് വെച്ച് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുകയാണ്. നമ്മുടെ കോച്ച് സ്റ്റെയർ ഒരു അറ്റാക്കിംഗ് മെൻറ്റാലിറ്റി നമ്മുടെ ടീമിൽ കണ്ട് അതിൽ നിന്നൊരു ഇൻസ്പിറേഷനായിട്ടാണ് അദ്ദേഹം അടുത്തടുത്ത കളികൾ ഓരോന്നോരോന്ന് ബിൽഡപ്പ് ചെയ്തത്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് നമ്മുടെ ടീമിൻ്റെ ഡിഫൻസ് പരാജയമാണെന്ന് തോന്നിയത്, അല്ലെങ്കിൽ നമ്മുടെ ഡിഫൻസ് നല്ല രീതിയിൽ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നത് ഈ ഹൈദരാബാദിൻ്റെ എതിരെയും കൂടിയുള്ള മത്സരത്തിൽ തോൽവിയും കൂടി ആയപ്പോഴത്തേക്കും ആകണം നമ്മുടെ കോച്ചിന് അങ്ങനെ ഒരു ചിന്ത വന്നത്. കാരണം അതുവരെ അദ്ദേഹം കരുതുന്നത് ആ അറ്റാക്കിങ് നമ്മൾ നന്നായി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിഫൻസിൽ അത്ര ശ്രദ്ധിക്കേണ്ടതില്ല എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് സ്റ്റെയർ നിന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഉണ്ടായിട്ടും എന്തുകൊണ്ടായിരിക്കും നമ്മുടെ ആ ഒരു കോച്ചിന് ഇത് ടീമിനെ ഒരുക്കാൻ പറ്റാഞ്ഞ, അല്ലെങ്കിൽ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ എത്രയും പുറകിലോട്ട് പോയെന്നുള്ളതിൻ്റെ ഒരു 8-9 പോയിന്റ്സ് ആയിട്ട് ഞാൻ തരംതിരിച്ചിട്ടുണ്ട്. ഞാനിതെല്ലാം കൂടി ഒരൊറ്റ വീഡിയോയിൽ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ തന്നെ ഏകദേശം 10 മിനിറ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതൊരു പാർട്ട് 1 ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പം നമ്മൾ പാർട്ട് 2-ലാണ് നമ്മൾ നമ്മുടെ കോച്ച് ഈ ഒരു സ്റ്റാൻഡിങ്, അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു 4 തോൽവിയിലേക്കും അതിനെ നയിച്ച കാരണങ്ങളിലേക്കും ഉള്ള എല്ലാം കൂടി ഒരു സമ്മപ്പ് ചെയ്ത ഒരു 11 പോയിൻ്റായിട്ട് ഞാൻ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 11 പോയിൻ്റാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ പാർട്ട് 2 ആയിട്ട്. അപ്പോൾ നമുക്ക് ആ പാർട്ട് 2-ലേക്ക് നമുക്ക് പോകാം. അപ്പം അത് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ ഈ വീഡിയോയ്ക്ക് വേണ്ടി കാത്തിരിക്കുക. നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന പോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ മെമ്പർഷിപ്പൊക്കെ തിരിച്ച് യൂട്യൂബ് ഓണാക്കി തന്നിട്ടുണ്ട്. ഇതുവരെ പരസ്യം ഓണാക്കി തന്നിട്ടില്ല. അപ്പോൾ പരസ്യം ഓണാക്കി തരണമെങ്കിൽ നിങ്ങൾ കൂടുതൽ ഇനിയും കാണണം. അപ്പം എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. സൈനിങ് ഓഫ്.